ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനു ചാക്കോ. ഓണത്തിന് മാവേലിയിൽ വരുന്ന പോലെ ഞാനിതാ എൻ്റെ ജാലകം ചാനലിൽ വന്നിരിക്കുകയാണ്. വല്ലപ്പോഴും വന്ന് മാവേലിനെ പോലെ തലേന്ന് കാണിച്ചു പോകുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ട് എൻ്റെ ജാലകം മാറിയിരിക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി കണ്ടിന്യൂ ആയിട്ട് എല്ലാ ആഴ്ചയിലും ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. മടിയും പിന്നെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളെല്ലാം കൂടിയാണ് ഇത് ഇങ്ങനെ ലേറ്റാവുന്നത്. ഇത് കാണുന്നത് അധികം പേരില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ പോലും, ആ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അതൊരു ഉപകാരമാവണമെങ്കിൽ ഞാൻ അത് റെഗുലറായിട്ട് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ഞാൻ വായിച്ചൊരു കഥയോ അല്ലെങ്കിൽ ഒരു വിവരണത്തിൽ നിന്ന് പറയാം. അതായത് ഒരു രാജാവിന് മരിക്കേണ്ട, രാജാവിന് എന്നുവെച്ചാൽ ഒരിക്കലും മരിക്കാതെ ജീവിക്കുന്നതാണ് രാജാവിന് ഇഷ്ടം. രാജാവ് ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ഇങ്ങനെ പണ്ഡിതന്മാരെയൊക്കെ കണ്ട് അവസാനം എല്ലാവരും പറഞ്ഞൊരു വലിയൊരു പണ്ഡിതനുണ്ട്, ഗുരുവുണ്ട്, പോയി കണ്ടാക്കാൻ ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രാജാവ് പരിവാര സമേതം ഈ ഗുരുവിൻ്റെ അടുത്ത് നിന്നു. അപ്പോൾ ഗുരു ചോദിച്ചു, എന്താ രാജാവിൻ്റെ എഴുന്നള്ളത്തിൻ്റെ എന്താണ് ആവശ്യം എന്താണെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, എനിക്ക് മരിക്കണ്ട, എനിക്ക് ഒരിക്കലും മരിക്കണ്ട, എനിക്കെന്നും ജീവിച്ചിരിക്കണം. ഗുരു പറഞ്ഞു, ഇത്രയാണോ ഇത്, ഈ സില്ലി കാര്യത്തിന് വേണ്ടിയാണോ ഈ പരിവാര സമയത്തൊക്കെ വന്നേ? ഞാൻ പറഞ്ഞുതരാമല്ലോ ഉത്തരം. അതായത് ഞാനൊരു മലയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ, എന്നിട്ട് ആ മല കയറി ഇറങ്ങുമ്പോൾ മലയുടെ സൈഡിൽ ഒരു അരുവി പോകുന്നുണ്ടാവും. ആ അരുവിയിൽ നിന്നൊരു കൈക്കുമ്പിൾ വെള്ളം കുടിച്ചാൽ മതി, രാജാവ് ഒരിക്കലും മരിക്കില്ല എന്ന്. രാജാവിന് സന്തോഷം. എനിക്ക് ഒരിക്കലും മരണമില്ലല്ലോ എന്ന് വെച്ചാൽ രാജാവ് വളരെ സന്തോഷത്തോടുകൂടി മല കയറി ഇറങ്ങി ചെല്ലുമ്പോൾ ഈ അരുവി കാണും. അരുവി കാണുന്നതോടുകൂടി ഭയങ്കര സന്തോഷത്തോടെ രാജാവ് കൈക്കുമ്പിളിൽ വെള്ളം എടുക്കുമ്പോൾ ഒരു ശബ്ദം, അരുത്, ആ വെള്ളം കുടിക്കരുത്. പെട്ടെന്ന് രാജാവ് ഞെട്ടി. ഇത് എന്നോട് ആരാണ് ആജ്ഞാപിക്കാൻ ആ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന്? രാജാവ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പടുവൃദ്ധൻ ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ കിടക്കുകയാണ്. അപ്പം രാജാവ് ചോദിച്ചു, എന്തേ നിങ്ങളിങ്ങനെ കിടക്കുന്നത്, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ഈ വൃദ്ധൻ പറയും, എൻ്റെ രാജാവേ, എനിക്ക് ഒരു കാലത്തും മരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആ വെള്ളം കുടിച്ചതാണ്. ഇന്ന് ഞാൻ ചത്തതിനൊക്കെ ജീവിക്കുന്ന പോലെ ഞാൻ ജീവിക്കുകയാണ്. എന്തിനാണ് നമുക്ക് ഇങ്ങനത്തെ ആയുസ്? അതുകൊണ്ട് എൻ്റെ ആയുസ്സിന് ഒരിക്കലും തീരുമില്ല. ഞാൻ ഈ കഷ്ടപ്പെട്ട് ജീവിച്ച് ഇങ്ങനെ എന്നുവെച്ചാൽ ജീവിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് എന്തിനാണ് അങ്ങനത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് പെട്ടെന്ന്, വേണ്ട, വെള്ളം കുടിക്കണ്ട, കയ്യിലിരുന്ന വെള്ളം അവിടെ തന്നെ കുടഞ്ഞു കളഞ്ഞു. എന്നിട്ട് രാജാവ് തിരിച്ചു ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഗുരു പറഞ്ഞ മാതിരിയൊക്കെ ഞാൻ ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വൃദ്ധനെ കണ്ടു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ചെറുപ്പമായിട്ട് എൻ്റെ ജീവിതം മുഴുവൻ അതായത് ഒരിക്കലും മരിക്കാത്ത ചെറുപ്പക്കാരനായിട്ട് എനിക്ക് ജീവിക്കണം എന്നാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് വെച്ചാൽ പോയിട്ട് പറയും, ഈ കയറി ഇറങ്ങിയ മലയുടെ അങ്ങേപ്പുറത്ത് വേറൊരു മലയും കൂടി ഉണ്ട്. അങ്ങനെ ആ മലയും കൂടി കയറി ഇറങ്ങുമ്പോൾ അവിടെ ഒരു അരുവി ഉണ്ടാവും. ആ അരുവിയിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ വെള്ളം കുടിച്ചാൽ മതി രാജാവിൻ്റെ യുവത്വം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് പറയും. അപ്പോൾ രാജാവ് അങ്ങനെ സന്തോഷം പരിവാര സമേതം വെള്ളം കുടിക്കാൻ ചെല്ലും. അവിടെ ചെന്ന് ഈ 2 മല കയറി ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ 2 പേരും തമ്മിൽ ഒരാൾ ഇടിക്കണു, ഒരാൾ കഴുത്തി കുത്തി പിടിക്കണു. എന്താ വിളിച്ചു പറഞ്ഞത്, നീ എൻ്റെ വീതം താടാന്ന് പറയണ്ട. അപ്പോൾ പോടാ അവിടെ നിന്നാണ് ഒരുത്തം പറയുന്നത്. പോടാ അവിടെ നിന്ന്, എനിക്ക് തരാൻ മനസ്സിലായി, എൻ്റെ അപ്പൻ എനിക്ക് തന്നിട്ടില്ലടാ, പിന്നെ നിനക്ക് എങ്ങനെയാടാ തരാമെന്ന് വെച്ചിട്ട് മുട്ടനടി വെച്ചപ്പോൾ രാജാവ് എന്നിട്ട് ഒന്ന് നിർത്തുമെന്ന് ചോദിക്കും. എന്നിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ തല്ലുകൊണ്ടേന്ന് ചോദിക്കും. അപ്പോൾ ഈ 2 പേരും പറയും, ഒരാൾ അപ്പൻ, ഒരാളെ മകൻ, 2 പേര് യുവാക്കളാണ്. അപ്പോൾ പറയാം, ഏറ്റവും ചെറിയ യുവാവ് പറയും, ഈ അപ്പൻ യുവാവ് എനിക്ക് വീതം തന്നില്ല എന്ന്. അപ്പോൾ അപ്പൻ യുവാവ് എന്താ പറയണത്, അപ്പൻ യുവാവിൻ്റെ അപ്പൻ, ആ അപ്പൻ യുവാവ് എനിക്ക് വീതം തരാതെ എങ്ങനെ ഇവന് കൊടുക്കും? അപ്പോൾ എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പോൾ ഇവരെല്ലാവരും ചെറുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, ദൈവമേ, നമുക്കൊക്കെ ഇന്നും ഒരേ പ്രായമാണെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ ഒപ്പം നിൽക്കും. അപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു മകന് 60 വയസ്സുള്ള അപ്പനുണ്ടെങ്കിൽ ആ 60 വയസ്സുള്ള അപ്പനൊരു
90 വയസ്സുള്ള അപ്പൂപ്പനുണ്ട്, അപ്പനുണ്ടാവും. അതായത് അപ്പൂപ്പന് 90, അപ്പന് 60, മകന് 30. അപ്പോൾ ഒരിക്കലും ഇവരുടെ പ്രോപ്പർട്ടീസ് വീതം വെച്ച് കൊടുക്കില്ല. എങ്ങനെ കൊടുക്കണേ? ഈ 90 വയസ്സുകാരൻ ചെറുപ്പം തന്നെയാണ്, അയാൾ സ്വത്ത് കൊടുക്കുമോ? ഇല്ല. 60 വയസ്സുകാരൻ ചെറുപ്പമാണ്, ആ കിട്ടാത്ത ഇങ്ങനെ 60 വയസ്സുകാരൻ 30. അപ്പോൾ ഇവർ തമ്മിൽ മുട്ടനടിയാണ്. അപ്പോൾ രാജാവിന് മനസ്സിലായി, ദൈവമേ ഇതൊന്നും ശാശ്വതമല്ല. അപ്പോൾ രാജാവ് വേഗം ഈ ചെറുപ്പവും വേണ്ട, എനിക്ക് ആയുസ് നീളവും വേണ്ട എന്ന് വെച്ച് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഗുരു എനിക്ക് ചെറുപ്പമായിട്ട് എൻ്റെ ആയുസ് നീട്ടിക്കെട്ടുകയും വേണ്ട, എനിക്ക് ചെറുപ്പം വേണ്ട. അപ്പോൾ രാജാവ് പറഞ്ഞു, നമ്മൾക്ക് ഈ ലോകത്ത് മരണം ഇന്നൊവേറ്റബിളാണ്. ജനിച്ചാൽ നമ്മളെല്ലാവരും മരിക്കണം. എന്തിനും ഒരു അവസാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. അപ്പോഴാണ് എനിക്കൊരു പാട്ട് ഓർമ്മ വന്നത്. അതായത് ഉദിച്ചാൽ അസ്തമിക്കും, മണ്ണിൽ ജനിച്ചാൽ അന്തരിക്കും, വിടർന്നാൽ കൊഴിയും, നിറഞ്ഞാൽ ഒഴിയും, വിധിച്ചിരിക്കും കാലം ധരിക്കും, ഉദിച്ചാൽ അസ്തമിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് ഒരിക്കലും മരണമില്ലാത്തതിനേക്കാൾ നല്ലത് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുന്നതല്ലേ നല്ലത്. ആയുസ് നീട്ടിക്കിട്ടാൻ ഉപവാസവും നേർച്ചയെടുത്ത് പ്രാർത്ഥിക്കുന്നതല്ലല്ലോ. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. അനു ചാക്കോ.